നമസ്കാരം, എൻ്റെ കുട്ടികൾക്കും സുഭാഷാനാണ്. നമ്മളിന്ന് +2 സേ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നവർക്ക് ഈ വർഷത്തെ ഒരു ഡേറ്റ അല്ലെങ്കിൽ പഠിക്കേണ്ടതിനെ കുറിച്ച് ഒന്ന് പറയുവാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ നമ്മൾക്ക് സേ എഴുതുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതിക്കൊണ്ടിരുന്നത്. മീൻസ് അത് പ്രത്യേകിച്ച് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ആണെങ്കിൽ മാത്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ തോറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണക്ക് വരുമ്പോൾ ഫിസിക്സും മാത്സും കെമിസ്ട്രിയും എല്ലാം ഏകദേശം ഒരുപോലെ ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തോൽവിയുടെ എണ്ണത്തിൽ എല്ലാവരും മത്സരിക്കുന്ന പോലെ 3 സബ്ജക്റ്റിനും ഒരേപോലെ തോൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ കാരണവും ഇതിനുള്ളിൽ നിന്നും നമുക്കൊന്ന് റിക്കവർ ചെയ്യുന്ന കാര്യമൊക്കെയാണ് ഇപ്പോൾ ഇത്തിരി സമയത്തിനുള്ളിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. പഴയകാലത്ത് നമുക്ക് എന്താണ് മാത്സ് മാത്രം തോക്കുന്നതും മറ്റ് രണ്ടും ജയിച്ചുകൊണ്ടിരുന്നത്, ഫിസിക്സും കെമിസ്ട്രിയും ജയിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മാത്സ് ടഫായതിൻ്റെ പേര് തന്നെയായിരുന്നു. മീൻസ് പഠിച്ചെടുത്ത് ഈ എക്സാമിന് എത്തുമ്പോഴത്തേക്ക് ചെയ്യുന്നവർക്കുള്ള ബുദ്ധിമുട്ടിൽ കൂടെ അവർ തോക്കുമായിരുന്നു. പക്ഷെ അന്നേരം ഫിസിക്സും കെമിസ്ട്രിയും അതിനുള്ളിലെ ഏറ്റവും കുറവ് തോൽവി കെമിസ്ട്രി ആയിരുന്നു. പഴയ കാലത്ത് ഒരു 5, 6, 7 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ കെമിസ്ട്രിയുടെ തോൽവി വളരെ കുറവായിരുന്നു. എല്ലാവരും ജയിക്കുമായിരുന്നു, ഒരുവിധപ്പെട്ടവർ മിക്കവരും ജയിക്കും. ഫിസിക്സ് പക്ഷേ പിന്നെയും നല്ലപോലെ ഒരുവിധം തോക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം വന്നിട്ട് ഇപ്പോൾ കെമിസ്ട്രി ആയതുകൊണ്ട് എനിക്കൊന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ചോ എന്നൊരു സംശയമുണ്ട്. ഈ 3 പേരെ എന്ന് പറഞ്ഞാൽ ഈ 3 പേരിൽ ഏറ്റവും ടോപ്പായിട്ട് തോൽക്കുന്നതിൽ എനിക്കൊന്ന് കെമിസ്ട്രി ടോപ്പായിട്ടുണ്ടോ എന്ന്, കാരണം കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ കെമിസ്ട്രി ഒത്തിരി പേർക്ക് പോയതായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചോ. ഇനിയിപ്പോൾ എഴുതാൻ പോകുന്നവർ ഉറപ്പായിട്ടും ഈ രീതിക്കുള്ള വേണം ഈ 3 സബ്ജക്റ്റിനെയും നിങ്ങൾ നേരിടാൻ. മാത്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് പഠിച്ചേ പറ്റും. ഒരിക്കലും കാണാതെ പഠിക്കാം. ചെറിയ പ്രോബ്ലംസുകൾ ചെറിയ സ്റ്റെപ്പിൽ തീരുന്നതൊക്കെ നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു 4 സ്റ്റെപ്പെങ്കിലും കുറഞ്ഞതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കണം. അതിനകത്ത് 6 മാർക്സ് ഉറപ്പായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ചെയ്ത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടേ വാങ്ങാവുള്ളൂ. അല്ലാതെ ചെറിയ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കുന്ന പോലെ 6 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അത് നല്ല ക്ലിയറായിട്ട് 6 മാർക്സിനെ ചെയ്ത് 1, 2 തവണയോ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിരിക്കണം ഉറപ്പായിട്ട്. അത് +1 ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും +2 സേ ആണെങ്കിലും രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ +1 ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ 6 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സാണ്. അതിനകത്തെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസുമാണ്. നിങ്ങൾക്കൊരിക്കലും കണ്ട് പഠിച്ചാലും തെറ്റാൻ വളരെ സാധ്യതയാണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നെങ്കിലും നമുക്ക് തെറ്റാൻ സാധ്യതയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് പഠിച്ച ശേഷം നിങ്ങളത് ഫുള്ള് നോക്കാതെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഓർമ്മയിൽ നിന്നും വന്ന് എഴുതി തീർക്കണം. എന്നിട്ടേ അത് നിങ്ങൾ മാറാവുള്ളൂ. എന്നെങ്കിലും അവനെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന 2 മാർക്കോ 3 മാർക്കോ ഒക്കെ ആയിരിക്കും. അങ്ങനെ 6 മാർക്ക് ഉറപ്പിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ അറിയാവുന്ന വന്നാൽ പോലും 2, 3 കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്തതിൻ്റെ അതൊന്നും എന്ത് കിട്ടാനും. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് വേണം. ഇപ്പോൾ 6 മാർക്സ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് ഇപ്പം നമ്മൾ ക്ലാസ് ഉണ്ട്, നമ്മൾ തരും 6 മാർക്സ് ഇതാണ് വരുന്നത്. നിങ്ങൾക്കിപ്പം 3 എണ്ണം എഴുതാനുണ്ട്, നമുക്ക് 2 എണ്ണം ഉറപ്പിച്ച് തരാം. 3ാമത്തെ ട്രിഗണോമെട്രിയാണ്, ചിലപ്പോൾ പ്രശ്നം ഉണ്ടായേക്കാം. എന്നാലും നമുക്ക് ഈ 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, 6 മാർക്കിൻ്റെ 12 അത് ഉറപ്പിക്കണം. അല്ലാതെ 12ൻ്റെ എഴുതിയിട്ട് ഒരു 6ഓ 7ഓ കിട്ടിയിട്ട് കാര്യമില്ല. 12ൻ്റെ ആ 6 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ 12 കിട്ടണം. പിന്നെ ഒരു 6 മാർക്കൂടെ പോരെ. അപ്പം അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ച് എല്ലാവരെയും വിടുന്നത്. അപ്പം അങ്ങനെയുള്ള രീതിക്കുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും എല്ലാം നമ്മുടെ ക്ലാസ്സിൽ കൂടെ കിട്ടും. ഉടൻ ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് പേടിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് ഈ 3 സബ്ജക്റ്റിനെയും കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് അടുത്ത വർഷം ഏത് കോഴ്സിന് പോകാൻ പറ്റുന്ന രീതിയിൽ കൂടെ എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് മാത്സിൻ്റെ കാര്യത്തിൽ. ഇനിയും കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നേരത്തെ ഒത്തിരി കുട്ടികൾ പാസ്സായിക്കൊണ്ടിരുന്നതും ഇപ്പോൾ ഒത്തിരി ഫെയിൽ ആവുന്നതിന് കാരണം ഇത് പ്രത്യേകിച്ച് വലിയ പ്രശ്നമുള്ളതല്ല. എല്ലാം ഇങ്ങനെ വായിക്കുന്നതിനുള്ളിൽ നിന്ന് ഓർത്ത് എക്സാം എഴുതേണ്ടതാണ്. കൂടുതലും ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ റിയാക്ഷൻസുകളുടെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. അതൊക്കെ ഒന്ന് മാത്രം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം നിങ്ങൾ വായിച്ച് പഠിച്ചാൽ സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് കെമിസ്ട്രി. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അതിനുള്ള സമയമില്ല. അങ്ങനത്തെ ഒരു നമ്മുടെ രീതിയല്ല. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ മൊബൈലിൻ്റെയൊക്കെ വന്നതോടുകൂടിയാണ് ഇരുന്ന് കുറച്ച് നേരം പഠിക്കാനുള്ള ആ ടെൻഡൻസി നഷ്ടപ്പെട്ടു.
കൂടി വന്നാലും 20 മിനിറ്റ് ഇതാണ് നമ്മുടെ ടാർഗറ്റ്. 20 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ ഒരു ദിവസം ഇരുന്ന ഒരു മട്ടിലായി ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അയ്യോ ഭയങ്കര ക്ഷീണം, കൈയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അയ്യോ എന്നാ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി ആയിക്കഴിഞ്ഞാൽ കെമിസ്ട്രി നമുക്ക് പാസ്സാവാൻ പറ്റില്ല. അപ്പം നിങ്ങളിതിനു വേണ്ടി മൊബൈൽ ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂർ ഞാൻ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ള ഉറപ്പിച്ച് ഇരുന്നെങ്കിലേ അത് പഠിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇനി ഫെയിലാവും. അതുകൊണ്ട് ഉറപ്പിച്ച് നിങ്ങൾ എഴുതി പഠിക്കൊന്നും വേണമെന്നില്ല, പക്ഷേ നിങ്ങൾ വായിച്ച് പഠിച്ചേ പറ്റൂ, ഉറപ്പിച്ച്. കാരണം കുറേ ഡെഫിനിഷനും കുറേ സെൻറ്റൻസുകൾ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉറപ്പിച്ച് ജയിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, അതിന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിട്ടും. ക്ലാസ് കിട്ടും, നോട്ട്സ് കിട്ടും, ഇക്വേഷൻ ബുക്കിലേറ്റ് കിട്ടും, എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ സെക്കൻഡറി. മൂന്നാമതേവന് വലിയ പ്രശ്നക്കാരനാണ് എന്നേ. ഈ പഴയ കാലം തൊട്ട് അത്ര നല്ലതൊന്നും അല്ല ഫിസിക്സ് കേട്ടോ, ഇത്തിരി പ്രശ്നക്കാരൻ തന്നെ. ഇവിടെ നിങ്ങൾക്ക് 2 ആവശ്യമുണ്ട്, എഴുതി പഠിക്കാനുമുണ്ട് വായിച്ച് പഠിക്കാനുമുണ്ട്. പക്ഷേ എല്ലാം എഴുതി പഠിക്കേണ്ട, അതാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് പ്രോബ്ലം പാർട്ടുണ്ട്. ആ പ്രോബ്ലം പാർട്ട് ഉറപ്പിച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കണം, ഉറപ്പിച്ച്. അല്ലാത്ത കുറേ ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ലോ ഉണ്ട്, പല അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഇത് 2ഉം കൂടി ചേരുന്നതാണ് കേട്ടോ, 2ഉം കൂടി ചേരുന്നതാണ് ഫിസിക്സ്. ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്രൂഫ് മീൻസ് കുറേ ചെയ്യാനൊക്കെ ഡെറിവേഷൻസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ചു. ഡെറിവേഷൻ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്തായാലും എല്ലാവരും കാണാതെ പഠിക്കുക, അല്ലാതെ മനസ്സിലാക്കി പഠിക്കുന്നവരുടെ എണ്ണം കുറവാണ്. പക്ഷേ അതിനകത്ത് ഈ കാണാതെ പഠിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, പലതും ചിലപ്പം ഈ എഴുതുമ്പോൾ തന്നെ അങ്ങോട്ട് എഴുതുമ്പോൾ എക്സാമിന് എഴുതുമ്പോൾ മിസ്സാവും. ടീച്ചേഴ്സ് ഇത് കാണുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാം, 3 മാർക്കാണെങ്കിൽ 2 മാർക്കോ 1.5 മാർക്കോ ഒക്കെ തരുള്ളൂ. നമ്മളറിയുന്നില്ല, നമ്മൾ വിചാരിക്കുന്നോ ഞാൻ ഈ 3 മാർക്ക് എഴുതി 3 മാർക്ക് കിട്ടിയെന്നാണ്. ഇങ്ങനെ ഈ കണക്ക് കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരുന്നത്. പക്ഷേ തെറ്റിയത് നമ്മൾ അറിയുന്നില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് ഒന്ന് എഴുതി നോക്കണം, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടോ സ്റ്റെപ്പ്. ഇപ്പോൾ ഇതിനൊക്കെ സമയം വേണം, ക്ഷമ വേണം. സമയത്തിനേക്കാളും കൂടുതൽ ക്ഷമ. ഇതൊക്കെ എനിക്ക് ചെയ്തെടുക്കാൻ കുറേ സമയമുള്ളത്, ഞാൻ ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു ക്ഷമ വേണം. ഇതിനൊന്നും ഇല്ലാതെ ഒട്ടനെ നമ്മൾ ഒരു അപ്ഡേറ്റ് ചെയ്യുമോ, ഒരു അരമണിക്കൂറായി ഒന്ന് മൊബൈൽ എടുത്ത് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. ഇനി നമുക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ ഒരിക്കലും തുടങ്ങരുത്. കാരണം ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യാം നല്ല അഭിമാനത്തോടെ, എല്ലാവരും നോക്കുന്ന കുഴപ്പമില്ല. പക്ഷേ ഇനിയും പിന്നെയും തോറ്റിട്ടാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പോലും തന്നെ എടുത്ത് ദൂരെ എറിയാൻ തോന്നും മൊബൈൽ. അപ്പം അങ്ങനെ അവസ്ഥയിലോട്ട് പോവല്ലേ. ഉറപ്പായിട്ട് ഈ വർഷം തന്നെ നിങ്ങൾ എഴുതി പാസ്സാവണം. ചിലപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി മെസ്സേജ് അയച്ചേക്കുന്നവർ 3ൻ്റെയും +1ഉം +2 എഴുതാനുള്ളവരാ. മീൻസ് 6 പേപ്പർ, +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് 3, +2 സേഡ് 3, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി മെയിനായിട്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ പറഞ്ഞാൽ ഇത്തിരി സമയം പോലും ഇനി കളയാനില്ല. ഈ 6 പേപ്പറിൽ ഒരെണ്ണം പോയാലും പോയില്ലേ, തോറ്റുപോയില്ലേ. അപ്പോൾ അതുകൊണ്ട് 6 പേപ്പർ ഒരേപോലെ ടോപ്പിൽ നിന്ന് പഠിച്ച് ജയിക്കുമെന്ന് ഉറപ്പിച്ചെങ്കിലേ അടുത്ത വർഷം നമുക്ക് കരകയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉറപ്പിക്കണം, നിങ്ങൾ ഓരോരുത്തരും എഴുതുന്നവർ ഉറപ്പിക്കണം. പഠിക്കേണ്ട രീതി, പഠിക്കുന്നുണ്ടോ, പഠിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ, പഠിച്ചത് പാസ്സാകാനുള്ളതുണ്ടോ എന്നൊക്കെയുള്ളത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇപ്പം നമ്മളേക്കോ അടുത്ത വർഷമല്ലേ ഉള്ളൂ, അടുത്ത വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷം അങ്ങ് സമയം കളയും. നിങ്ങൾ നേരത്തെ ഒന്ന് ചെയ്ത് വെച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. മാർക്ക് ഇത്തിരി കൂടുന്നുണ്ട്, പ്രശ്നമുണ്ടോ? അതുകൊണ്ട് മാർക്ക് കൂട്ടി എല്ലാന്ന് വെച്ചാൽ സേഫ് ആവുക, നല്ല ടോപ്പ് ആവുക, ഏറ്റവും മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്നിടത്തോളം മാക്സിമം മാർക്ക് വാങ്ങുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം മാർക്ക് കുറയുന്നത് നമുക്ക് പേടിക്കും. അത് നല്ല മാർക്ക് കൂട്ടുന്നതാണെങ്കിൽ നല്ലതല്ലേ. നേരത്തെ പഠിച്ച് വെക്ക്, റിവിഷൻ നടത്ത്, നല്ല സെക്യൂർഡായിട്ട് പോകും. നമുക്ക് നല്ല പ്രൊട്ടക്റ്റഡായിട്ട് നമ്മുടെ എക്സാം പ്രൊട്ടക്റ്റഡായിട്ട് വേണം. നമ്മൾ അടുത്ത വർഷം ജയിച്ചിരിക്കും എന്ന് ഉറപ്പിക്കാൻ ഈ വർഷം തന്നെ അത് തീർക്കുക. അടുത്ത വർഷം നമുക്ക് റിവിഷൻ തുടങ്ങണം. ഓക്കെ, അപ്പം അങ്ങനെ വേണം നമുക്ക് ഈ വർഷം പോകാൻ. നിങ്ങളെല്ലാവരും ഈ 3 സബ്ജക്റ്റിനെയും ഈ രീതിയിൽ കൂടെ വേണം പെരുമാറാൻ. ഇവിടെ ആണെങ്കിലും നമ്മുടെ മാത്സിൽ +2-ൽ നമുക്ക് 6 മാർക്സ് ക്വസ്റ്റൻ ഉണ്ട്. എല്ലാവർക്കും അറിയാം ലീനിയർ പ്രോഗ്രാമിംഗ്, ഗ്രാഫ് വരയ്ക്കുന്നത് 6 മാർക്സാണ്. എല്ലാവരും വയ്ക്കുക അത് ഇച്ചിരി കണ്ടൊക്കെ വരച്ചിട്ട് ഇച്ചിരി അല്ല 6 മാർക്ക് കിട്ടണം. നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. 6 മാർക്സിന് 6 മാർക്സ് തന്നെ കിട്ടിയെങ്കിലേ പ്രയോജനമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കൂടെ വേണം നിങ്ങൾ അതിനെ പഠിക്കാൻ. അപ്പം അതിനകത്ത് കുറേ പണിയുണ്ട്. ടാബുലർ കോളം, ഗ്രാഫ് വരയ്ക്കുന്നത്, കുറേ ഉണ്ട്. അപ്പോൾ ഇതിന് എവിടെയെങ്കിലും ഒന്ന് തെറ്റിയാൽ വീണു. 6 എന്നുള്ളത് 3 ഒറ്റയടിക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. 6ൻ്റെ 6 മാർക്ക് കിട്ടിയേ പറ്റൂ, എന്നെങ്കിലും നമുക്ക് ഇനിയും പാസ്സാകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ടഫ് ചാപ്റ്ററുകളെ ചിലപ്പോൾ ഒത്തിരി ടഫാകുന്നതിന് വേണമെങ്കിൽ വിട്ടാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ, നമ്മളപ്പോൾ അതിനെല്ലാം സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും ഇൻസ്ട്രക്ഷൻസും നോട്ടും തന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ജോയിൻ ചെയ്യാം. മാക്സിമം ഇതൊന്ന് എല്ലാ കുട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മളെപ്പോഴും സ്ട്രാറ്റജിയാണ് നമ്മൾ ഏതിൻ്റെയും വിജയത്തിൻ്റെ ഏറ്റവും വലിയ ബേസ്. നമ്മളെടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ,
അതിനുവേണ്ടി സമയം മെനക്കെടുന്നത് എന്തുമാത്രം, എങ്ങനെ മെനക്കെടുന്നു, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആവുന്നതിനുള്ളിലാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.